ആകാശത്തിനു കീഴെ മനുഷ്യരുടെ മധ്യത്തിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ നാമമല്ലാതെ. അപ്പോസ്തലന്മാർ 4:12 വായിച്ചു നോക്കുക. ഭയന്നിരുന്ന പത്രോസ് ഇപ്പോൾ എങ്ങനെ? ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ധൈര്യവാനായി. ആദ്യത്തെ 3 വർഷക്കാലം യേശുവിൻ്റെ കൂടെ നടന്നു നീങ്ങി, യേശുവിൻ്റെ അത്ഭുതങ്ങൾ കണ്ടു, യേശുവിൻ്റെ വചനങ്ങൾ കേട്ടു. യേശു അയച്ചപ്പോൾ പത്രോസും പോയി പ്രസംഗിച്ചു, പത്രോസും പോയി പിശാചിനെ പുറത്താക്കി, പത്രോസും പോയി സൗഖ്യപ്പെടുത്തി. എന്നിട്ടും പത്രോസ്, ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, പരിശുദ്ധാത്മാവ് വന്നപ്പം അവനിതാ എഴുന്നേറ്റിരിക്കുന്നു, യേശുവിനെ പ്രസംഗിക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് ഭയത്തിൻ്റെ ആത്മാവല്ല, ധൈര്യത്തിൻ്റെ ആത്മാവാ, സ്നേഹത്തിൻ്റെ ആത്മാവാ, ശക്തിയുടെ ആത്മാവാ. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയപ്പെടുന്നവര് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുക എന്നതാ? സ്നേഹമാണോ? ക്രിസ്തീയമായ മണ്ഡലങ്ങളിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നവര് ലോകത്തിന് മുമ്പിൽ കൊടുക്കുന്ന സാക്ഷ്യം എന്താണ്? സ്നേഹമാണോ അതോ യുദ്ധമാണോ? പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ്, ഐക്യത്തിൻ്റെ ആത്മാവ്. ക്രിസ്ത്യാനികളാകുന്നവർക്ക് ഈ സത്യം, യേശു മാത്രമാണ് രക്ഷകനെന്ന് പരസ്യമായിട്ട് ധൈര്യമായിട്ട് ഏറ്റുപറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ധൈര്യമില്ല. വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്, ഭയത്തിൻ്റെ ആത്മാവല്ല. നമ്മൾ ഡോക്ട്രിൻസ് ഉണ്ടാക്കും, തത്വങ്ങൾ പറയും, പക്ഷെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാ. ധൈര്യമുണ്ടോ? ഇല്ല. സ്നേഹത്തിൻ്റെ ആത്മാവാ. സ്നേഹമുണ്ടോ? ഇല്ല. തത്വം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എളിമയോടുകൂടി കേൾക്കണം, എളിമയോടുകൂടി നമ്മൾ ചില സത്യങ്ങൾ സ്വീകരിക്കണം. ഈ വചനങ്ങൾ നമ്മളെ തന്നെ ഒന്ന് പൊളിച്ച് കാണിക്കുമല്ലേ നമ്മുടെ യഥാർത്ഥ അവസ്ഥ. ഇതാണ് മനുഷ്യൻ്റെ നഗ്നത എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തന്നു. വെളിപാട് പുസ്തകത്തിൽ ഒരു സഭയെ നോക്കി യേശു പറയുന്നു, നീ നഗ്നനാണ്, നീ അന്ധനാണ് എന്ന് പറയുന്നത് ശാരീരികമായ നഗ്നതയല്ല, ശാരീരികമായ അന്ധതയല്ല. ഇതാണ് നഗ്നത. യു ഡു നോട്ട് നോ ഹൂ ജീസസ് ഈസ്. യേശു ആരാണെന്ന് അറിയത്തില്ല, യേശുവിനെ പ്രഘോഷിക്കാൻ സാധിക്കുന്നില്ല. യേശുവിനെ പ്രഘോഷിക്കേണ്ടവർ തന്നെ, യേശു മാത്രം രക്ഷകനെന്ന് പറയേണ്ടവർ തന്നെ യേശു മാത്രമല്ല എന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ കാതുകളിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ ആത്മാക്കൾ രക്ഷപ്പെടും? എങ്ങനെ മറ്റുള്ളവർ യേശുവിനെ അറിയും? എങ്ങനെ ദൈവം ചെയ്ത ഈ വലിയ സദ്വാർത്ത ലോകം അറിയും? ഇതറിയിക്കുന്നവരുടെ എതിരെ വരുന്ന ഒരു കൂട്ടമല്ലേ? സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഓപ്പൺ മൈ ഐസ് ലോർഡ് ടു സീ ദ വണ്ടറസ് തിങ്സ് ഇൻ യുവർ ലോ. കർത്താവേ, നിന്റെ വചനത്തിലുള്ള അത്ഭുതങ്ങൾ കാണുവാൻ, രഹസ്യങ്ങൾ കാണുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ എന്ന്. അത് ഈ കണ്ണുകളല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൻ്റെ കണ്ണുകളുണ്ട്. ആത്മാവിൻ്റെ കണ്ണുകളിലൂടെ വേണം ആത്മാവായ വചനം കാണുവാൻ, ആത്മാവായ വചനത്തിലെ രഹസ്യങ്ങൾ കാണുവാൻ. നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കണം. നമ്മൾ പാടാറുണ്ടല്ലോ, യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ കാണണം. അതിന് യേശുവിനെ കാണാനായിട്ട് ഇവിടെ യേശു ശരീരത്തിലില്ലല്ലോ, പിന്നെ എങ്ങനെ കാണും? യേശുവിനെ കാണുന്നത് ഇവിടെയാണ്. ഈ യേശു ആരാണ്? ഈ യേശു ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്താണ് നിത്യജീവൻ? നിത്യജീവൻ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട ഒരു അനുഭവമാണ്. അതായത് നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ ഇവിടെ ആരംഭിക്കുകയാണ്. വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ്? എന്താണ് നിത്യജീവൻ? അവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്, ഏക സത്യദൈവമായ അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെ അറിയുക. അതാണ് നിത്യജീവൻ. ടു നോ ജീസസ് ക്രൈസ്റ്റ് whom you have sent. അറിയുക. ആ അറിവ് ഇത് ബൈബിൾ പണ്ഡിതനായി പഠിച്ച്
ഇത് പഠിച്ച് PhD ഒക്കെ എടുത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഈ അറിവ് കിട്ടത്തില്ല. ഇത് ആത്മീയമായ ഒരു വെളിപാടാണ്. ടു സീ ജീസസ് ഹിയർ. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായം 15-ാമത്തെ വാക്യം മുതൽ വെളിപാട് പുസ്തകം വരെ ഇവിടെ മുഴുവനും യേശുവാണ്. ഈ പുസ്തകം മുഴുവനും വെളിപ്പെടുത്തുന്നത് യേശുവിനെയാണ്. അതുകൊണ്ടാണ് ബൈബിളെ കുറിച്ചുള്ള അജ്ഞത യേശുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ആ യേശുവിനെ അറിയുന്നതാണ് നിത്യമായ ജീവിതത്തിലേക്ക് ഞാൻ ഇപ്പം പ്രവേശിച്ചിരിക്കുക. അല്ലാതെ മനുഷ്യൻ പറഞ്ഞു തരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വഴി നിത്യജീവനുണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ കണ്ണും പൂട്ടി വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് അറിയുന്നില്ല നിങ്ങൾ അപകടകരമായ വിശാലമായ വഴിയിൽ കൂടി നടക്കുകയാണ്, അതിൻ്റെ അവസാനം നാശമാണെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിയുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് ദാഹിക്കുന്നത് മുഴുവൻ ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ആ ദാഹം ഒരു രക്ഷിക്കപ്പെട്ട ഒരു പൈതലിനുണ്ടായിരിക്കും. ദൈവകൃപയാൽ ആ ഒരു ദാഹമുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പം ഇത് എത്ര തലമുറകൾ ഈ ലോകത്തിൻ്റെ എവിടെയെല്ലാം എന്തുമാത്രം കോടാനുകോടി ജനങ്ങൾ കാണുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ ഉപയോഗിക്കുന്ന ദൈവത്തിനറിയാം. അവർക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആ ദൈവത്തിൻ്റെ ദാഹം എൻ്റെ ഉള്ളിൽ വെച്ച് തന്നുകൊണ്ട് ഇപ്പോൾ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹമാണ് കടന്നു വരിക. നിങ്ങൾ എളിമയോടുകൂടി തുറന്ന മനസ്സോടുകൂടി ഈ കർത്താവായ യേശുവിനെ സ്വീകരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.